ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ക്ഷേത്രത്തിലാണോ? എന്നാ പിന്നെ മോളും അമ്മയും പോകുന്ന കണ്ടില്ലായിരുന്നോ? ചേച്ചിക്ക് അവരോടൊപ്പം പൊയ്ക്കൂടായിരുന്നോ? ഒരുമിച്ച് പോകുന്നില്ലേ നല്ലത്? അതിനെ അവര് ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നതെന്ന് ആരറിഞ്ഞു? ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ. അതെന്താ? ഭാര്യക്ക് എന്റെ അടുത്തിലേക്ക്. മോളിരിക്കേ. നിന്റെ അച്ഛന്റെ അടുത്ത് കസേര കിടപ്പുണ്ടല്ലോ, അവിടെ ഇരിക്കേ. ഇരിക്കരുതേ. മോൾക്ക് ഇഷ്ടപ്പെട്ട കറിയാ, കഴിക്ക. എന്റെ ദൈവമേ, ഞാൻ എത്ര കൊതിച്ചതാ അച്ഛന്റെ ഈ സ്നേഹവും വാത്സല്യവും. നീ ഇന്ന് എനിക്കത് തന്നല്ലോ ദൈവമേ. ഈ ഗുഡ് ന്യൂസ് അമ്മയെ വേഗം വിളിച്ചു പറയാം. അത് ശരി. മോളെ, അമ്മേ, ഒരു ഗുഡ് ന്യൂസ് പറയാനാ ഞാൻ വിളിച്ചത്. ഗുഡ് ന്യൂസോ? എന്താ മോളെ? അമ്മേ, അച്ഛനിപ്പോ എന്നോട് വലിയ സ്നേഹ. ദേ, തൊട്ടു മുൻപൊരു സംഭവം ഉണ്ടായി. മോൾ ആഹാരം കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ. അതെന്താ? ഭാര്യക്ക് മോൾക്ക് ഇഷ്ടപ്പെട്ട കറിയാ, കഴിക്ക. എന്റെ മോളുടെ നന്മ ദൈവം കാണാതിരിക്കോ? അപ്പൊ അമ്മയുടെ നന്മകളോ? ഞാന് മഹാദേവവർമ്മയുടെ മകളാണെന്നും പ്രതാപവർമ്മയുടെ ഭാര്യയാണെന്നും പറഞ്ഞ് കുറെ അഹങ്കരിച്ചിട്ടുണ്ട്. ആ അഹങ്കാരം ദൈവം ക്ഷമിക്കില്ല. എന്നാലും ഈ അവസ്ഥയൊക്കെ മാറും. കുറച്ച് സമയം പിടിക്കുമെന്ന് മാത്രം. എന്തായാലും മറ്റൊരു കാര്യം ഉടനെ നടക്കും അമ്മ. അമ്മമ്മയും അമ്മയും പിന്നെ ഞാനും കൂടി ഒരുമിച്ച് ആദ്യമായിട്ട് ഇപ്പൊ കാണാൻ പോവാ. സത്യമാണോ മോളെ? ഞങ്ങളെ വെള്ളിമറ്റത്ത് അമ്പലത്തിലേക്ക് പുറപ്പെടുക. അമ്മ വേഗം റെഡിയായിക്കോ. ശരി മോളെ. വെള്ളിമറ്റത്തമ്പലം ശരിയാക്കി തരാം. അമ്മാമ്മയും അമ്മയും കൊച്ചുമകളും കൂടി കാണുന്നതേ ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്ത് പ്രതാപനെ കാണിക്കും. അതോടെ തീരും നിന്റെ ഈ ഇളക്കം. ശരി അമ്മ.
ശേഖരേട്ടാ ആ. ശേഖരേട്ടാ നീ എന്നാ നെല്ലിയാമ്പതി പോന്നേ? അടുത്ത ആഴ്ച. എന്തേ അവനി? അല്ല, ഒരുപാട് ദിവസമായി വിചാരിക്കുന്നതാ എനിക്കൊന്ന് വീട്ടിൽ പോണെന്ന്. ശേഖരേട്ടൻ നെല്ലിയാമ്പതി പോകുമ്പോ ഞാൻ ഒന്ന് വീട്ടിൽ പോട്ടെ? പിന്നെന്താ, ആ സമയത്ത് ഒരു 2 ദിവസത്തേക്ക് രാജുവിനോടും ഋതുമോളോടും ഇവിടെ വന്ന് നിൽക്കാൻ പറ. എന്നിട്ട് പൊയ്ക്കോ. ഉം. അല്ല, അമ്മമ്മയും മോളും കൂടെ എങ്ങോട്ടോ യാത്രയിലാന്ന് തോന്നുന്നു. എങ്ങോട്ടാ? പെട്ടെന്നുണ്ടായൊരു തീരുമാന. ഞങ്ങളെ ക്ഷേത്രത്തിലേക്കൊന്ന് പോവാ. ഏത് ക്ഷേത്രത്തിലേക്ക്? വെള്ളിമറ്റത്ത്. ആ, അമ്മ എവിടെ പോകുന്ന പറഞ്ഞേ? രാജമുട്ടി. ക്ഷേത്രത്തിലേക്കാ പ്രതാപ. എന്നാ കുറച്ചുകൂടെ രാവിലെ പോകായിരുന്നില്ലേ? ഓർത്തില്ല പ്രതാപ, അവിടെ ഇന്ന് കഴിപ്പിക്കേണ്ട ഒരു വഴിപാടുണ്ടായിരുന്നു. അക്കാര്യങ്ങ് വിട്ടുപോയി. ഓ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി അമ്മേ. മോള് വാ. ചേട്ടൻ അസംബ്ലി ഉണ്ടോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഇന്ന് എന്റെ ഓഫീസിൽ ചില മീറ്റിങ്ങുകളുണ്ട്. ഓ, ഞാനും രാജു അതിനാ പോകുന്നത്. ശരിയേട്ടാ. അല്ല, ചേച്ചി എങ്ങോട്ടാ? ഞാനും ക്ഷേത്രത്തിലേക്കാ പ്രതാപ. ക്ഷേത്രത്തിലാണോ? എന്നാ പിന്നെ മോളും അമ്മയും പോകുന്ന കണ്ടില്ലായിരുന്നോ? ചേച്ചിക്ക് അവരോടൊപ്പം പൊയ്ക്കൂടായിരുന്നോ? ഒരുമിച്ച് പോകുന്നില്ലേ നല്ലത്? അതിനെ അവര് ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നതെന്ന് ആരറിഞ്ഞു? മറ്റുള്ളവരെ വിഡ്ഢികളാക്കാനേ ചിലരിവിടെ ലക്ഷ്യമിടുന്നുണ്ട്. അതാണ് അവര് കാണിക്കുന്നത്. ചേച്ചി എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കല്ലെങ്കിലും പലതും മനസ്സിലായി വരാൻ കുറച്ച് സമയമെടുക്കും. നീ മനസ്സിലാക്കി വരുമ്പോഴേക്കും കാൽ കീഴിലെ മണ്ണങ്ങ് ഒലിച്ചു പോയെന്നിരിക്കും. ഇന്ന് അവളുടെയും ആ തള്ളയുടെയും കള്ളക്കളി ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ പ്രതാപ. ശരി. ഈ ചേച്ചി എന്തൊക്കെയാ ശേഖര പറയുന്നതും പ്രവർത്തിക്കുന്നതും? ചേച്ചി വേറൊരു ക്യാരക്ടറായിട്ട് ആ ചേട്ടൻ സ്വയം മനസ്സിലാക്കിയാൽ മതി. ഞാനത് പറയില്ല. ആ, എന്തോ ആവട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. അകലെ